ബൈബിളിൽ ഒരു പരിശുദ്ധാത്മാവ് മാത്രമാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുന്നിൽ 7 ആത്മാക്കൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ ഒരു വലിയ ചോദ്യമായിരുന്നു, ബൈബിൾ സ്വയം വിരുദ്ധമായി സംസാരിക്കുകയാണോ? അല്ലെങ്കിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ആഴമേറിയ ആത്മീയ രഹസ്യമാണോ ഇതിനു പിന്നിൽ? ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട യെശയ്യാ പ്രവചനത്തിലാണിതുള്ളത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥവും അത് യേശുക്രിസ്തുവുമായും ഇന്നത്തെ വിശ്വാസികളുമായും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുമാണ്. ആദ്യം നമുക്ക് പ്രശ്നം മനസ്സിലാക്കാം. എഫേസ്യർ 4:4 ഇങ്ങനെ പറയുന്നു, ഒരു ശരീരവും ഒരു ആത്മാവും. അതായത് ക്രിസ്തീയ വിശ്വാസം വ്യക്തമായി പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരുവൻ മാത്രമാണ് എന്നാണ്. എന്നാൽ വെളിപാട് 1:4 അപ്പോസ്തലനായ യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, അവൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിലുള്ള 7 ആത്മാക്കളിൽ നിന്നും. ഇവിടെ നിർത്തുന്നില്ല. വെളിപാട് 4:5 വെളിപാട് 5:6 വീണ്ടും 7 ആത്മാക്കൾ എന്ന പരാമർശം കാണാം. അപ്പോൾ ഏതാണ് ശരി? ഒരു ആത്മാവോ അല്ലെങ്കിൽ 7 ആത്മാക്കളോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ബൈബിളിലെ പ്രതീകാത്മക ഭാഷ മനസ്സിലാക്കണം. ബൈബിളിൽ 7 എന്ന സംഖ്യ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പലപ്പോഴും സൂചിപ്പിക്കുന്നത് പൂർണ്ണത, സമ്പൂർണത, ദൈവിക പരിപൂർണത എന്നിങ്ങനെയാണ്. ഉദാഹരണത്തിന്, ദൈവം ലോകം സൃഷ്ടിച്ചത് 7 ദിവസങ്ങളായി എന്ന ബന്ധപ്പെട്ട വിവരണത്തിലൂടെയാണ്. വെളിപാട് പുസ്തകത്തിൽ 7 സഭകൾ, 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 വിളക്കുകൾ എന്നിങ്ങനെ കാണാം. ഇവയെല്ലാം ദൈവത്തിൻ്റെ സമ്പൂർണ്ണ പ്രവർത്തനത്തെ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് പല ബൈബിൾ പണ്ഡിതരുടെയും അഭിപ്രായത്തിൽ ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ എന്നത് 7 വ്യത്യസ്ത ആത്മാക്കളെയല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് ഒരേ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണ്ണ വെളിപാടിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ ആശയം എവിടെ നിന്നാണ് വരുന്നത്? അതിൻ്റെ ഉത്തരം യെശയ്യാ 11:2 ഇപ്പോൾ നമുക്ക് പഴയ നിയമത്തിലേക്കൊന്ന് നോക്കാം. യെശയ്യാവ് 11:2 വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ച് ഒരു അത്ഭുതകരമായ പ്രവചനം കാണാം. അവിടെ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വസിക്കും. തുടർന്ന് ആ ആത്മാവിൻ്റെ പ്രത്യേക ഗുണങ്ങൾ വിവരിക്കുന്നുണ്ട്. പല ബൈബിൾ പണ്ഡിതന്മാരും ഈ വാക്യത്തിൽ 7 ആത്മീയ സവിശേഷതകൾ കാണുന്നു. യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, അറിവിൻ്റെ ആത്മാവ്, യഹോവയുടെ ഭക്തിയുടെ ആത്മാവ്. ശ്രദ്ധിക്കുക, ഇവ 7 വ്യത്യസ്ത ആത്മാക്കളല്ല, ഒരേ പരിശുദ്ധാത്മാവിൻ്റെ 7 സമ്പൂർണ്ണ പ്രവർത്തനങ്ങളോ ഗുണങ്ങളോ ആണെന്ന് പലരും വ്യാഖ്യാനിക്കുന്നു. ഇതാണ് വെളിപാട് പുസ്തകത്തിലെ 7 ആത്മാക്കൾ എന്ന പരാമർശവുമായി ചില പണ്ഡിതർ ബന്ധപ്പെടുത്തുന്നത്. ഇനി മറ്റൊരു അത്ഭുതകരമായ ബന്ധം നോക്കാം. പഴയ നിയമത്തിൽ ദൈവം മോശയോട് നിർമ്മിക്കാൻ കൽപ്പിച്ച വിശുദ്ധ വിളക്കാണ് മെനോര. ഇതിന് 7 ശാഖകളുണ്ട്. ഒരു മധ്യശാഖയും ഇരുവശങ്ങളിലായി 3 ജോഡി ശാഖകളും. ചില ബൈബിൾ പഠിതാക്കൾ പറയുന്നത് ഇത് യെശയ്യാവ് 11:2 കാണുന്ന ആത്മാവിൻ്റെ 7 മടങ്ങ് പൂർണ്ണതയുടെ പ്രതീകമാണ് എന്നാണ്. മധ്യഭാഗം യഹോവയുടെ ആത്മാവും, മറ്റു ശാഖകൾ ജ്ഞാനം, വിവേകം, ആലോചന, ബലം, അറിവ്, യഹോവയുടെ ഭക്തി എന്നാണ്. അതുപോലെ വെളിപാട് 4:5 ദൈവസിംഹാസനത്തിന് മുന്നിൽ കത്തുന്ന 7 അഗ്നി വിളക്കുകളെക്കുറിച്ച് വായിക്കുന്നു. അവിടെ അവയെ ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ എന്ന് വിളിക്കുന്നു. ഈ ബന്ധം പല വേദ പണ്ഡിതർക്കും വളരെ ശ്രദ്ധേയമായി തോന്നുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തിരികെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരാം. യെശയ്യാവ് 11 പ്രവചനം മിശിഹായെ കുറിച്ചായിരുന്നു. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ആ മിശിഹ യേശുക്രിസ്തുവാണെന്നാണ്. യേശു ജോർദാൻ നദിയിൽ സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി വന്നു. യോഹന്നാൻ 3:34 ഇങ്ങനെ പറയുന്നു, ദൈവം ആത്മാവിനെ അളവില്ലാതെ നൽകുന്നു. അതായത് ആത്മാവിൻ്റെ സമ്പൂർണത യേശുവിൽ വസിക്കുന്നു. ജ്ഞാനം, വിവേകം, ബലം, അറിവ്, ആലോചന, ദൈവഭക്തി എല്ലാം അവനിൽ പൂർണ്ണമായി പ്രകടമായി. അതിനാലാണ് യേശുവിൻ്റെ ജീവിതം ദൈവിക പൂർണ്ണതയുടെ ഉദാഹരണമായി മാറിയത്. വെളിപാട് 5:6
ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ ഭൂമിയിലെങ്ങും അയക്കപ്പെട്ടതായി വിവരിക്കുന്നു. ഇത് പലരും വ്യാഖ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന സമ്പൂർണ്ണ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതായിട്ടാണ്. അതായത് യേശുവിൽ പ്രവർത്തിച്ച അതേ ആത്മാവാണ് ഇന്നും പ്രവർത്തിക്കുന്നത്. ജ്ഞാനം നൽകുന്ന ആത്മാവ്, വിവേകം നൽകുന്ന ആത്മാവ്, ശക്തിപ്പെടുത്തുന്ന ആത്മാവ്, സത്യം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആത്മാവ്. വിശ്വാസികളുടെ ജീവിതത്തിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണത്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ മനസ്സിലായത്? ബൈബിൾ പഠിപ്പിക്കുന്നത് ഒരേ ഒരു പരിശുദ്ധാത്മാവ് എന്നാണ്. എന്നാൽ വെളിപാട് പുസ്തകത്തിലെ 7 ആത്മാക്കൾ എന്ന പ്രയോഗം പല ബൈബിൾ പണ്ഡിതരുടെ അഭിപ്രായത്തിൽ ഒരേ ആത്മാവിൻ്റെ സമ്പൂർണതയും പൂർണ്ണ പ്രവർത്തനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. യേശയ്യാവ് പ്രവചിച്ചത്, വെളിപാട് പുസ്തകം പ്രതീകാത്മകമായി വെളിപ്പെടുത്തിയത്, ഇവ രണ്ടും ചേർന്ന് കാണിക്കുന്നത് ഒരേ ഒരു വലിയ സത്യമാണ്. ആത്മാവ് ഒന്നാണ്, എന്നാൽ അവൻ്റെ പ്രവർത്തനത്തിൻ്റെ പൂർണ്ണത 7ആയി വെളിപ്പെടുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിൽ എഴുതാൻ മറക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.